സീക്രട്ട് വായിച്ചില്ല എന്നും പറഞ്ഞ് എനിക്ക് വധഭീഷണി വരെ മുഴങ്ങിയിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് ഞാൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ആദ്യത്തെ സീക്രട്ട് എൻ്റെ പേര് പറയരുത്, കാരണം ഞാൻ ചെയ്തത് കുറച്ച് ഡാർക്കാണ്. സോ ഓവറോൾ എനിക്ക് പ്രാന്ത് തുടങ്ങുന്നത് 5ൽ പഠിക്കുന്ന ടൈമിലാണ്. എനിക്ക് തോനെ കസിൻസ് ഉണ്ട്. ഞാൻ എൻ്റെ തറവാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കളിക്കും. ബട്ട് പിന്നെ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ആകെ ഒന്നും ഇനി വെറുതെ കളിച്ചാൽ റെഡി ആവില്ല എന്ന് മനസ്സിലായി. വൺ ഡേ എൻ്റെ കസിൻസിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്. അവന് വെറും 4 വയസ്സുള്ളൂ. ഞാൻ അവൻ്റെ റൂമിൽ കയറിയിട്ട് അവിടെ കിടന്നിരുന്ന് സ്പ്രേ പ്ലസ് പൗഡർ എടുത്ത് ഞാൻ അവൻ്റെ ദേഹത്ത് തട്ടി. പിന്നെ എല്ലാം എടുത്ത് കുറച്ച് നിലത്തും വെതറി. അങ്ങനെ ആകെ ആ റൂം ഫുള്ള് പൗഡർ ആൻഡ് സ്പ്രേ ആയി. ഇപ്പോഴും ചിരി വരും. ദെൻ ഞാൻ ആ ഡോറ് ഞാൻ ആരും കാണാണ്ട് അടച്ചു. എന്നിട്ട് ഞാൻ തന്നെ പോയി അവിടെ അമ്മയോട് പറഞ്ഞു അവൻ ആ റൂം ആകെ വൃത്തികേടാക്കിയെന്ന്. അവനെ അവൻ്റെ അമ്മ നന്നായി തല്ലി. ഞാൻ അപ്പുറത്തിരുന്ന് ഒരേ ചിരി. പിന്നെ അവനൊരു സിസ്റ്റർ ഉണ്ട്. ഞാൻ ഏതോ റാൻഡം ഡേ 7th പഠിക്കാണ്. തേരട്ടയെ പിടിച്ച് ഫ്രൈ ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. ഞാൻ, അവൻ, പിന്നെ എൻ്റെ ചേച്ചി. ഞാൻ തേരട്ടയെ ഫ്രൈ ചെയ്യാൻ എണ്ണ ചൂടാക്കി. ദെൻ അവൾ ചോദിച്ചു എണ്ണ ചൂടായോ എന്ന്. എനിക്ക് പ്രാന്ത് വന്നു. തിളച്ച എണ്ണ അവളുടെ കാലിൽ ഞാൻ ഒഴിച്ചു. അപ്പോൾ അവളുടെ അനിയൻ ചിരിച്ചു. അത് എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ അവൻ്റെ കാലിൽ ഒഴിച്ചു. രണ്ടും വേദനിച്ച് നല്ല കരച്ചിലായിരുന്നു. ദെൻ ഇപ്പോൾ എനിക്ക് 18 വയസ്സായി. എനിക്കൊരു ആനിമലിനെ പോലും വെറുതെ വിടില്ല. എലി പല്ലി കൈൻഡ് ഓഫ് തിങ്സ്. അത് കണ്ട് എൻ്റെ ക്ലാസ്സിലെ ഒരു ഗേൾസിൻ്റെ ഗ്യാങ് ഛർദിച്ചു. ഞാൻ ആരെയും കാണിക്കാണ്ടാണ് ഒക്കെ ചെയ്യാറ്, ഫോർ മൈ ഹാപ്പിനെസ്. പിന്നെ ചത്ത എലിയെ ആരും കാണാണ്ട് എൻ്റെ ക്ലാസ്സിലൊരു ഡൗൺ സിൻഡ്രോം ആയ കുട്ടിയുടെ ബാഗിൽ ഞാൻ ബമ്പ് ചെട്ടു. പിന്നെ അവൻ കരയാൻ തുടങ്ങിയപ്പോൾ ആകെ സീനായി. ബട്ട് ഇപ്പോഴും അത് ആർക്കും അറിയില്ല ഞാനാണ് ചെയ്തതെന്ന്. പിന്നെ ഒരു രസത്തിന് വേണ്ടി ഞാൻ അവൻ്റെ ബാഗ് അടിച്ചു മാറ്റി. ദെൻ ഞാൻ ക്ലാസ് കഴിയാൻ വെയിറ്റ് ചെയ്തു. അവൻ അപ്പോഴും അവൻ്റെ ബാഗിൽ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ദാറ്റ് ഡൗൺ സിൻഡ്രോം ഗൈ. ക്ലാസ് വിട്ട് എല്ലാവരും പോയി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി സ്റ്റാഫ് റൂമിൻ്റെ മിന്നൽ മോന്തായി ബാഗ് വെച്ചു. അതെന്ത് തേങ്ങയാന്ന് എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാം. സ്റ്റാഫ് റൂമിൻ്റെ മിന്നൽ മോന്തായി ബാഗ് വെച്ചു. എന്നിട്ട് അവിടെ കിടന്നിരുന്ന സാധനം കൊണ്ട് ബാഗ് മറച്ചു. 1 വീക്ക് അവൻ അവൻ്റെ ബാഗിന് വേണ്ടി കരഞ്ഞു. ടീച്ചേഴ്സായി ഫൈറ്റ് നടത്തി. സ്റ്റിൽ ഭാഗ്യം കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു കോളേജിൽ ചേർന്നു. അവിടെ അവനുണ്ട്. പിന്നെ എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കും. then I love to watch പരസ്പര ബന്ധമില്ലാത്ത വീഡിയോസ്. പിന്നെ ഏത് നേരം പൊട്ടിത്തെറിച്ച്. മോസ്റ്റ്ലി ഐ ഹാവ് എ ഡൗട്ട് എനിക്ക് ഷിസോഫ്രീനിയ ഉണ്ടോയെന്ന്. ഷിസോഫ്രീനിയ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എൻ്റെ കുടുംബക്കാർ, എൻ്റെ വീട്ടിലുള്ളവർ പ്ലസ് മൈ ഫ്രണ്ട്സ് ഓൾസോ മൈ 10th HM പറഞ്ഞിട്ടുണ്ട് ഞാൻ മനുഷ്യനല്ല, അല്ലെങ്കിൽ ഞാൻ നോർമൽ അല്ല എന്ന്. ഇത് റെഡി ആവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെയും കുറേ പരിപാടി ഒപ്പിച്ചു. ബട്ട് അത് ചില്ലറ പ്രാന്തല്ല. ചിലപ്പോൾ എനിക്ക് എൻ്റെ കാര്യം തന്നെ വിഷമമാവും ആലോചിക്കുമ്പോൾ. മീൻസ് എനിക്ക് എല്ലാവരെ പോലെ നോർമൽ ആവണമെന്ന്. എൻ്റെ കൂടെ എൻ്റെ കസിൻസ് കിടക്കാറില്ല. ഐ ഹാവ് സം സെയിം ഏജ് 2 കസിൻസ്. ഒരു ദിവസം ഞാൻ അവരുടെ കൂടെ സ്ലീപ്പ് ഓവർ ഉണ്ടായപ്പോൾ ഞാൻ അവരുടെ ഡ്രസ്സ് മെല്ലെ. നിങ്ങൾക്ക് ഷിസോഫ്രീനിയ, നിങ്ങൾക്ക് ഷിസോഫ്രീനിയും പിന്നെ ഈ നിങ്ങൾ പറയുന്ന ഈ ഒരു സംഭവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഷിസോഫ്രീനിയ ഈസ് സംതിങ് എൽസ്. ദെൻ എല്ലാവരും കിടന്ന കാരണം ആകെ ഇരുട്ടായിരുന്നു. ഞാൻ ആ ഡ്രസ്സ് പിടിച്ച് കണ്ണടച്ച് കറങ്ങി. എനിക്ക് പോലും അറിയാത്തോത് ഞാൻ വിളിച്ചിരുന്നു. ദെൻ ഞാൻ വേറെ സ്ഥലത്ത് പോയി കിടന്നുറങ്ങി. രാവിലെ എണീച്ചപ്പോൾ അവർ ആകെ നാണം കെട്ടു. എല്ലാവരും അവരുടെ ഡ്രസ്സ് ഇല്ലാത്ത നല്ല വൃത്തിക്ക് കണ്ടു. ഞാൻ അവിടെ ഒന്നും അറിയാത്ത പോലെയായിരുന്നു. ബട്ട് ആ കസിൻസിന് അറിയായിരുന്നു ഞാനാ ചെയ്തതെന്ന്. അവർക്ക് എന്നെ പേടിയായ കാരണം അവർ ദേഷ്യപ്പെടാനൊന്നും നിന്നില്ല. നല്ല നോർമലായിട്ടാണ് സംസാരിച്ചത്. ഇതും പറയണം ഉണ്ടായിരുന്നു, അതും പറഞ്ഞു. ഞാൻ ഇതൊക്കെ പറഞ്ഞാലും എൻ്റെ ഈ പ്രാന്ത് നിന്നിട്ടില്ല. ഇതെന്നെ കൊണ്ടേ പോവുള്ളൂ. ഇതൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ക്ലാസ്സിൽ പോയി ചെയ്തതായാലും ആർക്കും അറിയില്ല. ഞാൻ ക്ലാസ്സിൽ 4 ആളുടെ ശ്രദ്ധ പിടിക്കാനല്ല. ഇത് ഇവാനോട് പറഞ്ഞത് തന്നെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ്. എൻ്റെ കാര്യം ആരെങ്കിലും ആദ്യമായി കേൾക്കുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് അറിയാൻ. മെയിൻലി ഒരു ഗേൾ. ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്കുള്ളത് കുട്ടിയാണോ വലിയ ആളാണെന്ന് എനിക്കറിയില്ല, കോളേജിലും പറഞ്ഞില്ല. അപ്പോൾ ഇയാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിനക്കുള്ളത് ഷിസോഫ്രീനിയ അല്ല, നിന്റെ പ്രശ്നം വേറെയാണ്. ഇത് മാറ്റാനൊരു വഴിയുണ്ട്. അടങ്ങിയിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ നിനക്കുള്ളൂ. പിന്നെ ആസ് എ ഗേൾ എന്നൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഇഫ് യു ആർ ലുക്കിംഗ് ടു ഗെറ്റ് മാരീഡ് ഓർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ്, ഡോണ്ട് ഡു ഇറ്റ് അൺലെസ് യു ഫിക്സ് യുവർ സെൽഫ്. ഇഫ് യു
if you cannot fix yourself and you're really sure that you will never change, don't get married, don't get a girl. അടുത്ത സീക്രട്ട്. ഹായ് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അറിയാമോ, എൻ്റെ വീടിൻ്റെ അടുത്ത് റോഡിൽ കോൺക്രീറ്റിൻ്റെ പൂപ്പ് മിക്സ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം അവിടെ റോഡ് പണി നടക്കുകയായിരുന്നു. അപ്പോൾ അറ്റ് ദ സെയിം ടൈം എൻ്റെ വീട്ടിൽ ബാത്റൂം പണി നടക്കുമായിരുന്നു. വീട്ടിലെല്ലാവരും അടുത്ത വീട്ടിലായിരുന്നു കാര്യം സാധിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ അവിടെ 2 ഗേൾസ് ഉള്ളതിനാൽ എനിക്ക് മടിയായിരുന്നു അവിടെ പോയി രണ്ടിനും ഇയാൾ രണ്ടിനൊന്നല്ല ടൈപ്പ് ചെയ്തേക്കണേ. ഇയാൾ പറയാൻ പറ്റാത്ത വാക്ക് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് കേട്ടോ, അല്ലാതെ ചുമ്മാ ചിരിച്ചല്ല. മടിയായിരുന്നു അവിടെ പോയി 2 പോയാൽ. ഞാൻ അങ്ങനെ 5 ഡേ പിടിച്ചു നിന്നു. 6th ഡേ എൻ്റെ കൺട്രോൾ പോയി. ഇനി പറ്റില്ല എന്ന അവസ്ഥ ആയപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ ഓടിയെത്തി. ആദ്യം വിചാരിച്ചു പ്ലാസ്റ്റിക് കവറിലിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാന്ന്. പിന്നെ സമയത്ത് പ്ലാസ്റ്റിക് കിട്ടിയില്ല. വേറൊരു നിവൃത്തിയും ഇല്ല എന്ന് മനസ്സിലാക്കി ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ടെറസിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് എറിഞ്ഞു. ചെന്ന് വീണത് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനിൽ. നോ വേ. വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ആ റോഡിൻ്റെ ചോരയായി. ഇപ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാം, ആ റോഡ് പണിഞ്ഞതിൽ എനിക്കും ഒരു പങ്കുണ്ടെന്ന്. ആ റോഡ് പണിഞ്ഞത് എൻ്റെ പൂപ്പ് വെച്ചിട്ടാണെന്ന്. എൻ്റെ വീട് പത്തനംതിട്ട ആറന്മുളയിലാണ്. പക്ഷെ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ വായിച്ചൊരു സീക്രട്ട് വീഡിയോ കൂടെ ഇടുന്നുണ്ട്. അടുത്ത സീക്രട്ട്. ഹലോ ഇവ, ഐ എം എ സ്ട്രേഞ്ചർ. ഈ ഇൻസിഡൻറ്റ് കസിൻ്റെ ലൈഫിൽ ഉണ്ടായതാണ്. ദിസ് സ്റ്റോറി ഈസ് റിയൽ. യു മേ തിങ്ക് ദിസ് ഈസ് ഫേക്ക്. ആൻഡ് ഈ സംഭവം നടക്കുന്നത് 2022 ആൻഡ് ഈ സീക്രട്ട് റീഡിങ് തുടങ്ങിയപ്പോൾ തൊട്ട് അല്ല, അതിന് മുന്നേ ഞാൻ ഇവയുടെ വീഡിയോസ് കാണാറുണ്ട്. ആൻഡ് ഐ ആം യുവർ സബ്സ്ക്രൈബർ ടു. താങ്ക് യു. ഓക്കെ, നൗ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. എൻ്റെ വല്യമ്മ ഒരു ദിവസം എനിക്കൊരു ഡോളിനെ വാങ്ങി തന്നു. അപ്പോൾ എൻ്റെ കസിൻ, ലെറ്റ്സ് നെയിം ഹർ മുന്നി പറഞ്ഞു ഷീ വാണ്ട് ദാറ്റ് ഡോൾ. ഞാൻ അത് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ ആ ഡോൾ മിസ്സിംഗ് ആയി. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് നെയ്ബർ കിഡ് ആ ഡോളിനെ കൊണ്ടു തന്നു. ആ ഡോളിൽ ഒരു എണ്ണമയം പോലെ ഉണ്ടായിരുന്നു. ബട്ട് മുന്നി അത് മൈൻഡാക്കാൻ നിന്നില്ല. 1 വീക്ക് കഴിഞ്ഞ് മുന്നി ആ ഡോൾ കൊണ്ട് കളിക്കുകയായിരുന്നു. ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്. മുന്നി ആ ഡോളിനെ കുറച്ച് തല്ലിയായിരുന്നു. പെട്ടെന്ന് ഡോൾ സംസാരിക്കാൻ തുടങ്ങി. മുന്നി ആകെ പേടിച്ച് ശബ്ദമുണ്ടാക്കി. അവളുടെ സൗണ്ട് കേട്ട് അവളുടെ ഇത്താത്തയും ഉമ്മയും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മുന്നി അവരോട് നടന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല, ഈവൻ മീ. ഇത് നടന്ന ശേഷം വീട്ടിൽ ഓരോ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. നെയ്ബറിനോട് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഉസ്താദുമാരെ പോയി കാണാൻ. ഉസ്താദിനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ഉസ്താദ് വീട്ടിൽ എത്തിയിട്ട് ആളോട് നടന്ന എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. ആ ഉസ്താദ് പറഞ്ഞു ഇത് മന്ത്രവാദമാണെന്ന്. എന്നിട്ട് ഈ ഉസ്താദ് അവരോട് ഇതിനു മുന്നേ മിസ്സിങ് എങ്ങാനും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ മറ്റേ നെയ്ബർക്കിടെ ഇത് കൊണ്ടു തന്ന കാര്യമെല്ലാം പറഞ്ഞു. ഉസ്താദ് അപ്പോൾ പറഞ്ഞു അവർ മന്ത്രവാദം ചെയ്തതാണെന്ന്. മുന്നിയുടെ ഉമ്മ ഉസ്താദിനോട് സംശയത്തോടെ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉസ്താദ് അപ്പോൾ പറഞ്ഞു ആ ഡോളിനെ കൊണ്ടുവരാൻ. ആൻഡ് അവിടെ ബ്രിക്സ് കൊണ്ട് ഫയർ കൂട്ടാൻ പറഞ്ഞു. ബിക്കോസ് അതിൻ്റെ മേത്ത് മന്ത്രവാദം ഉണ്ടെന്ന് തെളിയിക്കാൻ. എന്നിട്ട് എന്തോ മന്ത്രമൊക്കെ ചൊല്ലി ഡോളിൻ്റെ ബോഡിയിൽ എന്തോ പവർ ഇട്ടു. പെട്ടെന്ന് ഡോൾ പെടച്ചു. ആളുടെ കയ്യിൽ സ്കാറും വന്നു. ആൾ അത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ ഡോള് പെടയണത് സ്റ്റോപ്പ് ചെയ്തു. ആ ഉസ്താദിൻ്റെ കൈ ആകെ സ്കാർ വന്ന് ബ്ലീഡായി. നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് ഉസ്താദ് പോണതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു. ദാറ്റ് വാസ് ഒരു റൂം, അതിലൊരു ചെയർ ആൻഡ് ഒരു ബെഡ് വെച്ചിട്ട് ബാക്കിയൊക്കെ ഇൻക്ലൂഡിങ് അലമാര റിമൂവ് ചെയ്യാൻ. റൂമിൻ്റെ ഡോറിൽ കൂടി ഒരു ചാത്തൻ കോഴിനെ കയറ്റാൻ പറ്റുന്ന രീതിയിൽ സ്ക്വയർ കട്ട് ചെയ്യാൻ പറഞ്ഞു. ആ കട്ട് ചെയ്ത ഭാഗം കവർ ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് നമ്മളെ മെയിൽ ബോക്സ് ഒക്കെ പോലെ. സോ അതിൽ കൂടി മെയിൽ ബോക്സ് ആണോ? സോ അതിൽ കൂടി കോഴീനെ റൂമിലേക്ക് ഇടാം. അതല്ലാതെ റൂമിൻ്റെ ഡോർ തുറക്കരുതെന്ന് പറഞ്ഞു. ആൻഡ് എല്ലാ ദിവസവും ഒരു കോഴീനെ വെച്ച് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ എല്ലാ ദിവസവും അതിരാവിലെ 3 മണിക്ക് ആ ഡോറിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് കൂടി നോക്കുമ്പോൾ ആ ഡോൾ കോഴീനെ കൊന്നു കഴിക്കുന്നത് അവർക്ക് കാണാം. അത്യാവശ്യം ഹൊറർ സ്റ്റോറീസൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് ഡോൾ കോഴീനെ കൊന്നു കഴിക്കുന്നത്
ആ ഉസ്താദ് പറഞ്ഞതുപോലെ അവർ അതിൽ രാവിലെ അതിൽ കൂടി നോക്കിയപ്പോൾ ആ ഡോള് കോഴീനെ കഴിക്കുന്നത് അവർ കണ്ടു. അതിനുശേഷം 2 days കഴിഞ്ഞ് ഉസ്താദ് വന്നപ്പോൾ മുന്നി സ്റ്റാർട്ടഡ് ഡൂയിങ് സ്ട്രേഞ്ച് തിങ്സ് ആൻഡ് അവൾ ആ ഉസ്താദിനെ കൈ പിടിച്ച് തിരിച്ച് എന്നിട്ട് പെട്ടെന്ന് കൈ വിട്ടിട്ട് അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു വേഗം പോയി ഒരു വലിയ ഗ്ലാസ് വെള്ളം ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഉസ്താദ് ആളുടെ ബാഗിൽ നിന്ന് ഒരു വൈറ്റ് പൗഡർ എടുത്ത് ആ വെള്ളത്തിലിട്ടു. എന്നിട്ട് ഉസ്താദ് കരയണ മുന്നീനെ അടുത്തേക്ക് വിളിച്ചു ആൻഡ് ഈ വെള്ളം കുടിക്കാൻ അവളോട് പറഞ്ഞു. അവൾ അത് കുടിക്കുകയും ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഉസ്താദ് പറഞ്ഞു ആരും ഒന്നും മിണ്ടരുതെന്ന്. ഏകദേശം ഒരു 30 minutes കഴിഞ്ഞപ്പോൾ അവൾ സോഫയിൽ കിടന്നുറങ്ങി. എന്നിട്ട് ഉസ്താദ് അവളുടെ ഉമ്മാനോട് പറഞ്ഞു ഇത് ഉറക്കാണ എന്തോ പൊടിയായിരുന്നു അത് എന്ന്. അപ്പോൾ ഉമ്മയും ഇത്തയും ചോദിച്ചു അവൾ കുറച്ച് കഴിഞ്ഞ് എണീക്കില്ലായിരുന്നു. ഉസ്താദ് അവരോട് പറഞ്ഞു ഇത് 1 hour or 30 minutes ലോങ് ലാസ്റ്റ് ചെയ്യുന്നതല്ല, ഇത് 24 hours ലാസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇത് കണ്ടിന്യൂ ആയിട്ട് അവളെ 3 days അല്ലെങ്കിൽ 1 week എങ്ങനെ കിടത്തണമെന്ന് പറഞ്ഞു. പിന്നെ മുന്നേ ഈ ഉറങ്ങണ ആ ടൈമിൽ അപകടത്തിന് ചാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആൻഡ് ഉസ്താദ് പോയി. ആൻഡ് ദ നെക്സ്റ്റ് ഡേ അവൾ എണീറ്റ സമയം അവർ വെള്ളം വെച്ച് റെഡിയായി നിന്നു. ആൻഡ് അവൾ എണീറ്റപ്പോൾ അവളുടെ ലിറ്റിൽ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്നെ കൊല്ലൂലേ എന്ന്. ലിറ്റിൽ ബ്രദർ ഒന്നും റിപ്ലൈ പറഞ്ഞില്ല. ആൻഡ് ഷി ഡ്രാങ്ക് ദാറ്റ് വാട്ടർ. എന്നിട്ട് ആ ഉസ്താദ് വന്നപ്പോൾ ആൾ പറഞ്ഞു ആ ഡോളിനെ എടുത്തു വരാൻ. ദേ ഓൾ ആസ്ക്ഡ് ഹിം ടു ടേക്ക് ദ ഡോൾ. ആൻഡ് ഉസ്താദ് പറഞ്ഞു ആ ഡോളിനെ കൊണ്ടുവരുമ്പോൾ മുന്നി പെടയുമെന്ന്. എന്നിട്ട് ഉസ്താദ് ആ ഡോളിനെ എടുക്കാൻ പോയി. ഉസ്താദ് ഡോളിനെ എടുത്ത ആ സെയിം ടൈമിൽ മുന്നി പെടഞ്ഞു. ആൻഡ് മുന്നി എണീറ്റു ബട്ട് വാസ് സ്റ്റിൽ ഇൻ സ്ലീപ്പ് ഐ ഗസ്. പിന്നെ അവളൊരു വിയർഡ് ടൈപ്പ് ഡാൻസ് ചെയ്തു. എന്നിട്ട് ഉസ്താദ് ആ ഡോളിൻ്റെ ബോഡിയിൽ ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് കൊണ്ട് കുത്തി. അപ്പോൾ തന്നെ മുന്നി ഫ്ലോറിലേക്ക് അടിച്ചു വീണു. എന്നിട്ട് ഉസ്താദ് ആ ഡോളിൻ്റെ കൈയും കാലും ഒടിച്ചെടുത്തു. ആൻഡ് ഒരു വിയർഡ് ലുക്കിംഗ് പേപ്പർ എടുത്തിട്ട് അത് കത്തിച്ചു. ആ പേപ്പറിൻ്റെ കരി എടുത്ത് ഒരു കവറിലിട്ടു. എന്നിട്ട് അതിൻ്റെ കൂടെ ആ ഡോളിനെ ഇട്ടു. എന്നിട്ട് ആളുടെ കയ്യിൽ ഒരു ഫിംഗറിൻ്റെ തമ്പ് മുറിച്ച് ബ്ലഡ് ആ കവറിലിട്ടു. കുറച്ച് ലൈറ്റ് കുറയ്ക്കട്ടെ. ഇപ്പോൾ അതുപോലെ തന്നെ ആ ഫാമിലിയിലുള്ളവരുടെയും ഇട്ടു, ഇൻക്ലൂഡിങ് മുന്നി. എന്നിട്ട് മുന്നിയുടെ ഫാദർ അതിനെ കൊണ്ട് കളയാൻ പോയപ്പോൾ ആളുടെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയതും ഒരു നല്ല മഴ വന്നു. ആ ഡോളിനെ ഒരു പുഴയിൽ കൊണ്ടിടാൻ ഉസ്താദ് പറഞ്ഞു. ആൻഡ് അവളുടെ ഫാദർ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഡോളിനെ കൊണ്ട് പുഴയിൽ കളഞ്ഞു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഷി വാസ് നോർമൽ. ആൻഡ് വൺ ഡേ ഉസ്താദ് മുന്നീനെ കാണാൻ വന്നു. എന്നിട്ട് എന്തോ മന്ത്രം ചൊല്ലി, കാരണം അവളുടെ ബോഡിയിൽ ഇപ്പോഴും ആ സ്പിരിറ്റ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അവൾ നോർമലായിരുന്നു എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ഉസ്താദ് കാര്യങ്ങൾ അവളോട് പറഞ്ഞപ്പോൾ മുന്നിക്ക് ഡോൾ സംസാരിച്ച ഇൻസിഡൻ്റ് അല്ലാതെ വേറെ ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഷി വാസ് ലൈക്ക് ഷോക്ക്ഡ് ബിക്കോസ് ഉസ്താദ് പറയണ കാര്യം കേട്ട്. പിന്നെ എപ്പോഴും അവൾക്ക് അത് ഓർക്കുമ്പോൾ ഒരു പേടി പോലെയായിരുന്നു. പിന്നെ അത് തനിയെ മാറി വന്നു. താങ്ക് യു ഫോർ റീഡിങ് മൈ സീക്രട്ട്. അടുത്ത സീക്രട്ട് ഇവൾ കൊണ്ടുപോകാറ്. അങ്ങനെ അവൾ എനിക്ക് ഗെയിം പഠിപ്പിച്ചു തന്നു. ഞാൻ ബോയ്, അവൾ ഗേൾ. ഗെയിമിൻ്റെ പേര് കല്യാണക്കളി. ഓ ഓ ഓ ഐ സീ വെയർ ദിസ് ഈസ് ഗോയിങ്. ഐ ഡോണ്ട് തിങ്ക് ഐ ഷുഡ് റീഡ് ദിസ്. അങ്ങനെ ആ റോഡിൻ്റെ ചോരയായി ഞാൻ അങ്ങനെ ബമ്പ് ചെഡു. ഏറ്റവും വലിയ ക്രൈം എന്താണെന്നറിയോ? മര്യാദയ്ക്ക് ടൈപ്പ് ചെയ്യാറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വെയിറ്റ്, ഞാൻ എൻ്റെ മുടി ഒന്ന് ശരിയാക്കട്ടെ. മുടി എന്തെങ്കിലും. അപ്പോൾ ശരി, ടാറ്റാ, സി യു, താങ്ക് യു ഫോർ വാച്ചിങ്.